കഴിഞ്ഞൊരാഴ്ചയെ കുട്ടികൾക്കും എനിക്കും മറക്കാൻ പറ്റാത്തൊരാഴ്ചയായിരുന്നു. പെട്ടെന്നായിരുന്നു ദിവസങ്ങൾ പോയിരുന്നത്. വായനാവാരമായതുകൊണ്ട് തന്നെ മത്സരങ്ങളുടെ ദിവസങ്ങളായിരുന്നു. കുട്ടികൾ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ, മാഷേ സമ്മാനം ഉണ്ടാകുമോ? സമ്മാനം ഉണ്ടെങ്കിലുള്ളൂ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുള്ളൂ പറഞ്ഞു. സമ്മാനങ്ങളില്ലാതെ മത്സരങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ സന്തോഷം ഇരട്ടിയായി. വായനാ ദിനത്തിനോടനുബന്ധിച്ചിട്ടൊരു പോസ്റ്റർ നിർമ്മിക്കാൻ പറഞ്ഞതാണ്. അവർ ചെയ്യാണ്ടിരിക്കുമോ? എപ്പോൾ ഫ്രീ ടൈം കിട്ടിയാലും ചിത്രം വരയ്ക്കുക, കളർ കൊടുക്കുക, ഇതന്നെയാണ് അവരുടെ പരിപാടി. ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുക, ഹേർട്ട് ഉണ്ടാക്കുക, അങ്ങനെയുള്ള പല ഡിസൈനുകൾ അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കുക, ഇതൊക്കെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പരിപാടികൾ. അടുത്ത ദിവസം കൈയെഴുത്ത് മത്സരമാണ്. അത് പിന്നെ കഴിഞ്ഞ മത്സരത്തിൻ്റെ പോലെ വളരെ സന്തോഷത്തോടു കൂടൊന്നല്ല എഴുതുന്നത്. കുറച്ചൊക്കെ എഴുതിയിട്ട് പറയുന്നുണ്ട്, കൈ വേദനിക്കുകയാണ് മാഷെ, അത്ര മതി ഇത്ര മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്താനുള്ള എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട്. ചിലവരാണെങ്കിലോ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഫസ്റ്റ് കിട്ടിയേ തീരൂ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് വായനാ മത്സരമായിരുന്നു. അതിൽ ഒരുപാട് പേർക്ക് നന്നായിട്ട് വായിക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ സന്തോഷപ്പെടുത്തി. എന്നാൽ ചില കുട്ടികൾക്ക് വായനയിൽ കുറച്ച് കൈത്താങ്ങ് കിട്ടിയേ തീരൂ എന്നുള്ളതും മനസ്സിലായി. അതോടുകൂടെ ഞാൻ അവരെ എടുത്ത് വിളിച്ചു നിർത്തി. ഓരോ ലൈനും ഞാനും വായിച്ചു കൊടുക്കും. അതിൻ്റെ കൂടെ അവരും എൻ്റെ കൂടെ വായിച്ച് കുറച്ചൊക്കെ ഒപ്പിച്ചിട്ടും വായിച്ചവരുണ്ട്. വായനാവാരത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ കഥയെഴുത്തു മത്സരവും അതുപോലെ തന്നെ ക്യൂസ് മത്സരവും നടത്തി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സ്വൈര്യമില്ല എന്ന് പറയുന്നതാണ് സത്യം. അവർ പിന്നാലെ നടന്നിട്ട് ആർക്കാണ് ഫസ്റ്റ്, എനിക്കാണോ ഫസ്റ്റ്, ആർക്കാ സെക്കൻഡ്, തേർഡ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് നടക്കുന്നത്. സമ്മാനം എപ്പോൾ കിട്ടും മാഷെ? സമ്മാനം എന്തായിരിക്കും? പെൻസിലും കട്ടറും വേണ്ട, വേറെ നല്ല വല്ല സമ്മാനങ്ങളാണെങ്കിൽ മതി. അങ്ങനെ പല കമൻറ്റുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം അവരുടെ മുന്നിലോട്ട് ചെല്ലാൻ.